തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ മണിക്കൂറുകൾ കൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് CPM-ഉം CPI-യും. അങ്ങനെ കളം നിറഞ്ഞിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഏതെങ്കിലും പേരുകളോ മറ്റ് വിസ്മയങ്ങളോ ഒന്നും തന്നെ രണ്ട് പാർട്ടികളിലും സംഭവിക്കുന്നില്ല. നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും നേതൃയോഗങ്ങളിലുമെല്ലാം ഉയർന്നു കേട്ട പേരുകൾ, ചർച്ചയായ പേരുകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. പുതുമുഖങ്ങൾക്കും സിറ്റിംഗ് MLA-മാർക്കുമെല്ലാം തന്നെ തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് രണ്ടു പാർട്ടികളും എത്തിച്ചേർന്നിരിക്കുന്നത്. പൊതു സ്വതന്ത്രർ ഉൾപ്പെടെ 86 സീറ്റുകളിലാണ് CPI-യും മത്സരിക്കുന്നത്. നിലവിലുള്ള 56 MLA-മാർ ഇത്തവണ മത്സര രംഗത്തുണ്ട്. 2 ടേം എന്ന വ്യവസ്ഥയിൽ ഇളവൊക്കെ നൽകിക്കൊണ്ട് വിജയ സാധ്യത മാത്രമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ CPI-യെ സംബന്ധിച്ചിടത്തോളം വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ CPI സ്ഥാനാർത്ഥികളുടെ ചുവരെഴുത്തും ആദ്യഘട്ട പ്രചാരണവും ഒക്കെയായി അവർ ഇങ്ങനെ കളം നിറയുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ എന്നാൽ ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി കളമാകെ നിറയുന്നത് CPM ആണ്. കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ തരത്തിലുള്ളൊരു പ്രചാരണം, റോഡ് ഷോ നടത്തിക്കൊണ്ടാണ് CPM കളം പിടിച്ചിരിക്കുന്നത്. വളരെ നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കൊക്കെ കടക്കാൻ കഴിഞ്ഞത് വലിയ ആത്മവിശ്വാസമായിട്ടാണ് സ്ഥാനാർത്ഥികളും കാണുന്നത്. എനിക്ക് ആത്മവിശ്വാസത്തിനൊരു കുറവുമില്ല. നല്ല ആത്മവിശ്വാസമുണ്ട്. ജനങ്ങളിൽ നല്ല വിശ്വാസം അർപ്പിച്ച ഒരു പൊതുപ്രവർത്തകനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഞാൻ ജയിക്കും. സമ്മേളനങ്ങൾക്ക് പിന്നാലെയാണ് രണ്ടു പാർട്ടികളും തെരഞ്ഞെടുപ്പിനെ, പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഘടനാപരമായി ഏറെ ശക്തിയുള്ള ഒരു സമയമാണ് എന്നുള്ളതാണ് രണ്ടു പാർട്ടികളും കണക്കൂട്ടുന്നത്. സമീപകാലത്തെല്ലാം തന്നെ സർക്കാരിനെയും അതോടൊപ്പം തന്നെ LDF-നെയും പ്രതിസന്ധിയിലാക്കി ഒരുപാട് വിവാദ വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് തന്നെ നടത്താൻ കഴിഞ്ഞതും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് സജീവമായി ഇറങ്ങാൻ കഴിഞ്ഞതുമെല്ലാം അത് മറയ്ക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് രണ്ട് പാർട്ടികൾക്കുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. ഇനി അവശേഷിക്കുന്ന 23 ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവശേഷിക്കുന്ന ദിവസങ്ങളിൽ സജീവമായി രംഗത്തിറങ്ങി മൂന്നാം ഭരണം അതുമാത്രം മുന്നിൽ കണ്ടുകൊണ്ട് കളത്തിലേക്ക് ഇറങ്ങുകയാണ് രണ്ട് പാർട്ടികളും, LDF മുന്നണി ഒന്നാകെ. ജയേന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.